റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാളെ റബ്ബ് നമ്മളെ ഹിസാബ് ചെയ്യുന്ന സമയത്ത് അതൊന്നും മതിയാവുകയില്ല. പക്ഷേ അവിടെ രക്ഷപ്പെടുന്നത് നാം അറിയാതെ നാം ചെയ്തു പോയ ചെറിയ നന്മകളായിരിക്കും, നാം നിസാരവൽക്കരിച്ച സംഭവങ്ങളായിരിക്കും അവിടെ നമുക്ക് വിജയം നൽകുന്നത്. ഞാനൊരു കഥ പറയട്ടെ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ ചില മഹാന്മാർ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലേ ഗസാലി ഇമാം, താങ്കളെ അള്ളാഹു എന്തു ചെയ്തു? ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹു അവൻ്റെ മുന്നിൽ നിർത്തിയിട്ട് എന്നോട് ചോദ്യങ്ങൾ പലതും ചോദിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തുമായാണ് വന്നത്? അപ്പോൾ ഞാൻ ചെയ്ത മുഴുവൻ നന്മകളും എടുത്തു പറഞ്ഞു. അപ്പോൾ റബ്ബിൻ്റെ മറുപടി, ഞാൻ അതൊട്ടും സ്വീകരിച്ചിട്ടില്ല. പിന്നീട് എന്നോട് റബ്ബ് പറഞ്ഞു, പക്ഷേ ഞാൻ നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന്. എന്നിട്ട് റബ്ബ് പറഞ്ഞു എന്നോട്, നിങ്ങൾ ഒരിക്കൽ കിതാബ് എഴുതാൻ വേണ്ടി ഇരുന്ന സമയത്ത് ആ പേനക്ക് മുകളിൽ ഒരു ഈച്ച വന്നിരുന്നില്ലേ? ആ സമയത്ത് ആ ഈച്ച മഷി കുടിക്കുന്നതിനെ നിങ്ങൾ തടഞ്ഞില്ലല്ലോ, അതിനെ കുടിക്കാൻ അനുവദിച്ചില്ലേ? അതിനോട് നിങ്ങൾ കാരുണ്യം ചെയ്തില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്കും പുറത്തു തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നു എന്ന് എന്നോട് റബ്ബ് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത് എന്ന് മഹാനായ ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട മഹാന്മാരോട് പറയുകയാണ്. നാം കരുണയുള്ളവരായി തീരണം. ചെറിയ നിലക്കെങ്കിലും നാം നിസാരവൽക്കരിക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ടായിരിക്കും അവിടെ നാം രക്ഷപ്പെടുക. അതുകൊണ്ട് കരുണ ഏത് ജീവികളോടാണെങ്കിലും ആരോടാണെങ്കിലും നാം കരുണയോടെ വർദ്ധിച്ചാൽ, നാം അതിലൊന്ന് ശ്രദ്ധയൂന്നിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.